ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കിടലിനൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം ഞാനിവിടെ 2-3 പച്ചമുളകും 2 ക്യാരറ്റും കുറച്ച് ബീൻസും 1 ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട്. അത് പൊടിയായി അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. അല്ല, ഈ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇഷ്ടപ്പെടാത്ത ആരുണ്ട് ഗോപു? അപ്പം ക്യാരറ്റും ബീൻസും പൊടിയായി അരിഞ്ഞ് ഒരുമിച്ച് വയ്ക്കുക. ക്യാപ്സിക്കത്തിലെ കുരുവെല്ലാം കളഞ്ഞ് പൊടിയായി അരിഞ്ഞ് അത് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾക്ക് ബാൽക്കണിയിൽ നിന്ന് കിട്ടിയ കുറച്ച് ഒണിയൻ ലീഫ് ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ഒണിയനും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒപ്പം വെളുത്തുള്ളിയും. ആവശ്യമായ വിനാഗിരി, ഡാർക്ക് സോസ്, സോയാ സോസ് എന്നിവയുണ്ട്. ഈ സോയാ സോസും ഡാർക്ക് സോസൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വിനാഗിരി വേണം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് ആദ്യം നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമ്മുടെ ക്യാരറ്റും ബീൻസും കൂടെ ചേർത്ത് ഒന്ന് നന്നായി ഇളക്കുക. പെട്ടെന്നായിരിക്കണം, ഇതെല്ലാം പടപടേന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അത് കഴിഞ്ഞ് ക്യാപ്സിക്കം ചേർക്കാം. എന്നിട്ട് നമുക്ക് റൈസ് ചേർക്കാം. റൈസ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കണം. 1 വിസിലിൽ 1.5 ഗ്ലാസ് അരി 1 വിസിൽ വെച്ചിട്ട് പെട്ടെന്ന് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർക്കുക. നിങ്ങൾക്ക് ബസ്മതി അരി എടുക്കാം. ഞാനിത് ഞങ്ങളുടെ പാടത്തുണ്ടായ അരിയാണ്. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പിടുക. അരി വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് വിനാഗിരി ഒഴിച്ച് നമുക്ക് ഇളക്കിയെടുക്കാം. പിന്നെ സോയാ സോസും ഡാർക്ക് സോയാ സോസൊക്കെ വേണമെങ്കിൽ ഒഴിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് നമുക്ക് കുറച്ച് ഒണിയൻ ലീഫ് മേലെ മോടി പിടിപ്പിക്കാനായിട്ട് ഇടാം. അത് കഴിഞ്ഞ് ഒരു 1/2 സ്പൂണ് പെപ്പർ പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ.